ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ദീപാവലിയാണ് കേട്ടോ. ദീപാവലി ആയതുകൊണ്ട് മക്കൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കുന്നത് നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ നൂഡിൽസൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും അങ്ങനെ ഞാൻ ഉണ്ടാക്കലില്ല. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നൂഡിൽസ് ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഒരു സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ സവാള അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി 2 മുട്ടയും കൂടെ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ സവാളയ്ക്കില്ല ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷമാണ് കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. മുട്ട 2 3 ഒക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എഗ്ഗ് നൂഡിൽസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. എഗ്ഗിനെക്കാട്ടിലും ഇഷ്ടം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പം ചിക്കനൊന്നും ഇല്ല ഇനി. അപ്പോൾ ഞാൻ 2 മുട്ട ഒക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്നിങ്ങനെ ചിക്കി എടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയാലും മക്കൾ കഴിക്കും. ഞാനിത് ആദ്യമൊന്നും അങ്ങനെ കഴിക്കലില്ല കേട്ടോ. അപ്പോൾ പിന്നെ മക്കളിടക്കിടക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു വേണ്ട, ഒരെന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ എപ്പോഴേലൊക്കെ എനിക്കും തരുമ്പോൾ ഞാനും കഴിക്കലുണ്ട്. അപ്പോൾ ഇതാട്ടോ മുട്ടയൊക്കെ ആണെങ്കിൽ ചിക്കി എടുത്ത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് നൂഡിൽസൊക്കെ വെന്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെന്താ, ഇന്നലെ നമ്മൾ പാത്രത്തിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തില്ലേ. അപ്പോൾ കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് പാത്രങ്ങൾ കാണുന്നത് ഇഷ്ടമാണ്, നിങ്ങൾക്ക് കുറേ പാത്രങ്ങളില്ലേ ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിനി. നമ്മളെല്ലാ മാസവും ഗീവ് അവേ കൊടുക്കണുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ തന്ന് ടോപ്പ് കമൻറ്റിൽ എത്തിയാൽ ടോപ്പ് കമൻറ്റിൽ എത്തുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. അത് ആളെ നോക്കിയിട്ടൊന്നല്ല കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആളെ നോക്കിയിട്ടാണ് കൊടുക്കണതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല, നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കാണ് നമ്മൾ കൊടുക്കുക. അതിപ്പം ഇപ്രാവശ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ കിട്ടാതിരിക്കില്ല. പിന്നെ അതിൻ്റെ താഴെ വരുന്നവരെ ഞാൻ നോക്കിയിട്ട് കൊടുക്കും. ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. ലൈക്കും കമൻറ്റൊക്കെ നമ്മളെ വീഡിയോക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ കുറേ. അപ്പോൾ ഓർക്കല്ലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. 2 മണിയായാൽ നമ്മളെ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഞാൻ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. ഗിവ് അവേ ഗിഫ്റ്റായിട്ട് കൊടുക്കും ഇൻഷാല്ലാ. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മളെ ചാനലൊക്കെ ഡൗൺ ആയി പോവുകയാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പറ്റൂല. ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഗിവ് അവേ ഗിഫ്റ്റൊക്കെ കൊടുക്കും. പിന്നെന്താ, അതൊക്കെ കേട്ടോ പറയാനുള്ളത്. അപ്പോൾ നമ്മളെ നൂഡിൽസ് ഇവിടെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചതിൽ വെള്ളം ഏറിയോന്ന്. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ടതിന്. അങ്ങനെ അതപ്പോൾ വെള്ളമൊക്കെ വറ്റി നൂഡിൽസൊക്കെ ആയിട്ടുണ്ട്. അതിന് ഇതൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. മുട്ടൻ്റെ മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഓട്സ് കൊണ്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അന്ന് ഷുഗർ കാണിച്ചതുകൊണ്ടേ ഇപ്പം അരിഭക്ഷണം കുറക്കാണ്. അരിഭക്ഷണം അങ്ങനെ വല്ലാതെ കഴിക്കലില്ല. രാത്രി ചോറും കഴിക്കലില്ല. രാവിലെ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊക്കെ കഴിക്കലുണ്ട്. ഇന്നിപ്പം എനിക്ക് നൂഡിൽസ് വേണ്ട രാവിലെ തന്നെ. അപ്പോൾ ഞാൻ ഓട്സ് കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പാണ് കേട്ടോ. 2 വട്ടം ഇട്ട് കൊടുത്തത് അതുകൊണ്ടാണ്. ഓട്സ് ചിലപ്പോൾ ഇനി പാലിലിങ്ങനെ വിരകിയിട്ട് അങ്ങനെയും കഴിക്കലുണ്ട് കേട്ടോ, ഉപ്പൊക്കെ ഇട്ടാണ്ട് മധുരം ഇടാതെ. അപ്പോൾ ഓട്സ് ദോശ ഉണ്ടാക്കാൻ ആദ്യം ഇതൊന്ന് കുതിർത്തി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്നിങ്ങനെ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി, എളുപ്പം കുതിർന്ന് കിട്ടും. അപ്പോൾ പാലൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ അടച്ച് വെക്കട്ടെ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നൂഡിൽസൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ വെന്തിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കടായിലൊക്കെ ആകുമ്പോഴേ ഇത് കുറേ നേരം ചൂട് ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാലും ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തല്ലോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കട്ട കെട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ പ്ലേറ്റിക്ക് മക്കൾക്ക് നൂഡിൽസൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് വോയിസ് കൊടുക്കാനൊന്നും കിട്ടൂല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ധൃതി പിടിച്ച് വീഡിയോക്ക് വോയിസ് കൊടുക്കുകയാണെന്ന് എനിക്ക് വർക്ക് ഉണ്ട് കേട്ടോ. നമ്മളെ ഹോം ഷോപ്പിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരാൾ വരും. അപ്പോൾ HSമാരെ വീടുകളിലൊക്കെ പോയിട്ട് സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യാണ്ട്. അപ്പോൾ അവിടേക്ക് പോണതിൻ്റെ മുന്നേ ആയിട്ട് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാലേ ഉള്ളൂ 2 മണിക്ക് നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുക.
അപ്ലോഡ് ആക്കാനല്ല, വീഡിയോ പബ്ലിക് ആക്കാൻ. അപ്പോൾ എന്താ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ 2 മണിക്കൊക്കെ പബ്ലിക് ആക്കിയാൽ മതി. അപ്പോൾ ധൃതി പിടിച്ച് വോയിസ് കൊടുക്കണോണ്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ, ഒന്നും പറയാൻ കിട്ടണില്ല. ചില ദിവസം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ഇന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് റാഗി കൊണ്ട് കുറുക്ക് ഉണ്ടാക്കിയേക്കാണ് കേട്ടോ, അത് കുട്ടികൾക്കും കൊടുത്തു. പിന്നെ ഇതാ എൻ്റെ ദോശ റെഡിയാക്കി എടുക്കുകയാണ് ഇനി. അപ്പോൾ ഓട്സൊക്കെ ഇപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചെറിയൊരു കഷ്ണം സവാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉണക്കമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക്, അതും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ജാർക്ക് ഇട്ടിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രം ചുവട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിന്. വെള്ളം കൂടിപ്പോയാൽ ഇത് ചട്ടിയിൽ നിന്ന് കിട്ടൂല കേട്ടോ, കുറച്ച് കട്ടിയിൽ ചുട്ടെടുക്കണം. ഓട്സ് അല്ലേ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നമ്മൾ സാധാ അപ്പം ചുടുന്ന പോലെ അങ്ങോട്ട് ചട്ടിയിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇതാ അരച്ചെടുത്ത് ഇതാ ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശത്താവയൊക്കെ അടുപ്പത്ത് വെച്ച് ദോശ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ദോശ ചൂടാൻ ഈ ഒരു വലിയ ചട്ടി തന്നെയാണ് ഇട്ട് കൊടുക്കൽ. ചെറിയ അപ്പാണെങ്കിലും വലിയ അപ്പാണെങ്കിലൊക്കെ ഈ ഒരു ചട്ടി തന്നെയാണ് ഇപ്പോൾ അടുപ്പത്ത് വെക്കൽ. അപ്പോൾ ഇതാട്ടോ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ നമുക്ക് കുറച്ച് ഓയിലിന് പകരം നെയ്യ് തടവി കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഓയിൽ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നെയ്യൊക്കെ അങ്ങനെ ആക്കി കൊടുത്തിട്ട് ദോശ ഇതേപോലെ നമുക്ക് സാധാ നമ്മൾ ദോശ പരത്തിയെടുക്കണ പോലെ, ഞാൻ പറഞ്ഞല്ലോ നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. കനം കുറച്ച് പരത്തിയെടുത്താലേ ഇത് തിരിച്ച് ഇടാൻ കഴിയൂല, തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പം എന്താ മൂടിയൊക്കെ തുറന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് നെയ്യൊന്നും ഇങ്ങനെ തടവി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഇഞ്ചിയും എന്താ പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ചേർത്തല്ലോ, ഒരു കഷ്ണം സവാളയൊക്കെ ചേർത്തില്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കറി വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പം കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഒരു കപ്പ് എന്താ ഓട്സ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ എത്ര ദോശ ഉണ്ടാക്കി, 5 ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മുഴുവനായിട്ട് എടുക്കണമെന്നൊന്നുമില്ല, ഒരു 3/4 കപ്പ് എടുത്താലും മതി. അപ്പോൾ ഞാനിത് എന്താ 5 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ 5 എണ്ണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, 2 എണ്ണേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് റിച്ച് മോന് കൊടുത്തു. അപ്പോൾ ഓനക്കും ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിന്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണ്. മറ്റവർക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കഴിച്ചേ പറ്റൂ. ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് ശീലമാവണം. അപ്പോൾ ഞാൻ ഒരു ദോശ എടുത്തുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് കറി വേണം തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി. അങ്ങനെ ചമ്മന്തിയും കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. ഒന്നേറെ ഇങ്ങനത്തെ ഒന്നും കഴിച്ച ശീലമല്ലായിട്ടാണ്. ഇനി ഇങ്ങനെയൊക്കെ കഴിച്ച ശീലമാകുമ്പോൾ പിന്നെ അങ്ങനെ ആവും. അപ്പോൾ ഇതാ ഞാനും റാഗി തന്നെയാണ് കേട്ടോ കഴിക്കണത്, ചായ അല്ല. ചായ കൂടി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ പിന്നെ എണ്ണയൊന്നും ചേർക്കാത്തൊരു ചമ്മന്തിയാണ് കേട്ടോ. മുളക് പൊടിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും പിന്നെ നാരങ്ങ നീരും ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാനൊരു ചമ്മന്തി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മീൻകാരൻ വന്നിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങി. അപ്പോൾ ഈ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ ഒന്ന് കിട്ടിയിരിക്കണത്. അപ്പോൾ ചിഞ്ചുമോളാണ് മീൻ വാങ്ങിച്ചത്. അപ്പോൾ ഓൾക്ക് കുഞ്ഞമ്മത്തി വേണ്ടാറിനാണ് ഇതാ ഒരു ചൂരക്കുട്ടിനെയും വാങ്ങിക്കണത്. അപ്പോൾ കുഞ്ഞമ്മത്തി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, പക്ഷെ അത് നന്നാക്കി കിട്ടാൻ കുറച്ച് പണിയാണല്ലേ. അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1 സ്പൂണും ചേർത്ത്, എരിവുള്ള മുളക് പൊടി 1 സ്പൂണും ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും മതി കേട്ടോ പൊടികളായിട്ട്. ഇനി ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ചട്ടിക്ക് ചൂട് കയറരുത് കേട്ടോ, ചൂട് കയറി കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിയും. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ദാ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ചൂടായിട്ടുണ്ട്, മുളക് പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ അതാ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതും ചേർത്ത് കൊടുത്തു. ഇനി ഈ മസാലയിൽ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം, ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ മത്തിമീൻ വെച്ചിട്ട് കുഞ്ഞമത്തിമീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, വലിയ മത്തിമീനും അതേപോലെ അയലമീനൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഫ്രൈ ചെയ്തെടുക്കുന്ന ടേസ്റ്റും അല്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് നമ്മളിങ്ങനെ പുളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. എന്നിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അതേപോലെ നല്ലോണം മിക്സാക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് മത്തിമീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞമത്തി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, ആ പുളിവെള്ളം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം വറ്റി അത് അടി പിടിക്കും കേട്ടോ. അപ്പം ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഇതാ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഇതിൽ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ കുഞ്ഞമത്തി ആയതുകൊണ്ട് എളുപ്പം വേവുമല്ലോ. പിന്നെ മസാലകളൊക്കെ കുക്കായതാവണേനും. അപ്പോൾ അതങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് മതി, ഇതിന്ന് കുറച്ച് എടുത്താണ് നമ്മൾ അച്ചാറൊക്കെ കൂട്ടി കഴിക്കണ പോലെ തന്നെ കഴിക്കുക. അതിൻ്റെ ആ ഒരു ഗ്രേവിയും 2 മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം. ആ പുളിയും മുളകും ഒക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ടേ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടും ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ ഒരുപാട് ടൈമും വേണ്ട കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മീൻ നന്നാക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കാൻ വലിയ പണിയില്ല. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം അതിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തു. കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി. ഞാൻ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ മേലെ കൂടെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചു. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ കറിയൊന്നും വേണമെന്നില്ല. അതിൻ്റെ ഒരു ഗ്രേവി കുറച്ച് ആ ഒരു അച്ചാറൊക്കെ കൂട്ടുന്ന പോലെ കുറച്ചൊരു സ്പൂണ് മതി. അതും 2 മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്തിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കും കൂടെ വേണം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ചോറിനുള്ള കൂട്ടാൻ. ഇന്ന് കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു ചെറുപയർ തോരനെന്നൊന്നും പറയാൻ പറ്റില്ല, തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ. അതേപോലെ ഉപ്പിട്ട് കണ്ടാണ് വെച്ചേക്കാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികളൊക്കെ അങ്ങനെ കഴിക്കും. കുറച്ച് അധികം തന്നെ വിളമ്പി കൊടുക്കും വേണം. പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കണത് നല്ലതല്ലേ അല്ലേ. അങ്ങനെ ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയി. അപ്പോൾ ഇതിലൊന്നും ഒരു പുതുമയൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.